യുടെ ടോട്ടൽ ഡെമോഗ്രാഫിക്സ് എടുത്താൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ ക്രൗഡ് ഇൻ ദ UAE ആൻഡ് വി ഇന്ത്യൻസ് ലവ് അവർ പൊറോട്ട. ഈ പൊറോട്ട എന്നുള്ളൊരു സംഭവം എടുത്തിട്ട് അവര് അത് വെച്ചിട്ടൊരു ബർഗർ ഉണ്ടാക്കി. ദേ മേഡ് സംതിങ് കോൾഡ് പൊറോട്ട ബർഗർ. ഐ മീൻ അവരുടെ മെനുവിൽ പോയി നോക്കിയാൽ ദിസ് ദേർ ഇൻ ദുബായ് മോൾ. അവർ എത്രത്തോളം സക്സസ് ആയെന്ന് പറഞ്ഞാൽ ദുബായ് മോളിൽ ഒരു ക്രൗഡ് ഇൻഫ്ലക്ഷൻ മറ്റേതൊക്കെ കാരണം നൗ ദേ ഹാവ് ഓപ്പൺഡ് 2-3 ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് ആസ് വെൽ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് UAE. അത്രയ്ക്ക് ക്രൗഡ് അവർക്ക് ദുബായ് മോളിലുണ്ട്. ഇവിടുത്തെ ഒരു കഫേയിൽ പോയിട്ട്, ഇവിടുത്തെ ഒരു ലോക്കൽ താഴെയുള്ള ഒരു കഫേയിൽ പോയിട്ട് അവിടുത്തെ ഒരു മെനു നോക്കിയാൽ ഒരു 10-20 പേജ് കാണും ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് മറ്റേ ബുർജ് ഖലീഫ ജ്യൂസ്, ബുർജ് അൽ അറബ് ജ്യൂസ്, ഷെയ്ഖ് ഹംദാൻ ജ്യൂസ്, ഫസ്ഡ ജ്യൂസ്, അങ്ങനെ ജ്യൂസിന്റെ ഒരു ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ടാവും. പിന്നെ ബർഗർ തന്നെ ഒരു 100-110 ബർഗർ ഉണ്ടാവും. ഇത് തുറന്നു നോക്കിയാൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഏത് പടം കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ട്രാക്ക് ഔട്ട് ആവും. ആ ഒരു മെന്റാലിറ്റിയാണ് ഡിസിഷൻ ഫാറ്റീഗ്. ഇതാണ് മിക്ക മെനു നോക്കിയാലും ഉണ്ടാവുക. there will be no hero product. ഒരു ഷെഫ് കിച്ചണിനകത്ത് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് പോലും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. 100%. അതും ഈ കിച്ചൺ ലേഔട്ട് ഡിസൈനിൽ എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ യു ഓൾവേസ് ഹാവ് ടു ഹാവ് ദ ഷെഫ് ഇൻവോൾവ് ഡ്യൂറിങ് കിച്ചൺ ലേഔട്ട് ഡിസൈൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കിച്ചൺ ലേഔട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ കെയിം ടു നോ ദാറ്റ് ദ ഷെഫ് ഇസ് ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡഡ്. അപ്പോഴത്തേക്കും ഞാൻ സിങ്ക് ഡിസൈൻ ചെയ്ത് ഇവിടെ ആയിരുന്നു. സോ ഹീ ഈസ് മോർ യൂസർ ഫ്രണ്ട്ലി ഇൻ യൂസിങ് ദ സിങ്ക് ഓൺ ദിസ് സൈഡ്. അപ്പോഴത്തേക്കും ഐ ഹാഡ് ടു ഫ്ലിപ്പ് അപ്പ് ദ ഹോൾ ഓറിയന്റേഷൻ ഓഫ് ദ കിച്ചൺ. അപ്പം യു ഹാവ് ടു തിങ്ക് ഡൗൺ ടു ദിസ് ഡീറ്റെയിൽ. ഇഫ് യു ഗോ ടു ലേറ്റോ കഫേ now, like ദുബായ് മോളിലുണ്ട്, ദുബായ് ഹിൽസ് മോളിലുണ്ട്, മറീന മോളിലുണ്ട്. റൈറ്റ് നൗ ദേ ആർ ഓപ്പണിംഗ് അപ്പ് ഇൻ ഗലേറിയ മോൾ ആസ് വെൽ. ആ ഒരു കാഫേയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ മിസ് ദിസ് ഡിസ്പ്ലേ കേസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടാണ് അവർ ഈ ഡിസ്പ്ലേ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് കേക്ക്സ് ഇൻസൈഡ്. അതിന്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വാം വൈറ്റ് ലൈറ്റിംഗ് ആണ്. ഈ വാം വൈറ്റ് ലൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കൗണ്ടർ വിഷ്വലി ആപ്പറ്റൈറ്റ് ഇൻഡ്യൂസിംഗ് ആണ് ആസ് പെർ സയൻസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഹാവ് സം സോർട്ട് ഓഫ് appetite inducement happening inside you. അതായത് ഈ കേക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു വിഷ്വൽ ഒരു നെസസിറ്റി നിങ്ങളുടെ ഇൻസൈഡിൽ നിങ്ങൾ പോലും അറിയാതെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ദീസ് ആർ ഓൾ stuff that brands use to actually upsell products to you. അപ്പം this is the case of pastry. So pastry counters define ചെയ്യുമ്പം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പം ഓൾവേസ് യൂസ് വാം വൈറ്റ് ലൈറ്റ്. ലേ ഔട്ട് ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ SOP. സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ യു ഗോ ടു എ സബ്വേയിൽ പോയിട്ട് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് അവർ ചോദിക്കും നിങ്ങൾക്ക് ഏത് ബ്രെഡാണ് വേണ്ടത്, പാരമസിനോ ഓർഗാനോ, വീറ്റ്, ഹണി ഓട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഗോട്ട് ബ്രെഡ് സെലക്ഷൻ. ഫസ്റ്റ് ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് അവർ ഈ പറഞ്ഞ ചോപ്പിംഗ് ബോർഡിൽ വെക്കും. ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് ദി സാലഡ് സെലക്ഷൻ. ലോകത്ത് ഏത് സബ്വേയിൽ പോയാലും അവർ എങ്ങനെയാണോ ഈ സാലഡ് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, സെഗ്മെന്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ലോകത്ത് ഏത് സബ്വേയിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെറ്റ്യൂസ് എവിടെയാണോ അവിടെ ആയിരിക്കും ലെറ്റ്യൂസ്. ബ്ലാക്ക് ഒലിവ്സ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനും ക്ലിയർ സ്പേസ് ഡിഫൈൻഡ് ആണ്. ഓണിയൻസ് എവിടെയാണോ വെക്കേണ്ടത് അതിന്റെ സ്പേസ് ഡിഫൈൻഡ് ആണ്. പിന്നെ ഫൈനലി അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ദേ പുട്ട് ഇറ്റ് ഇൻസൈഡ് ദെയർ ഓവൻ. അത് ടോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് സാധനം എടുക്കും. എന്നിട്ട് സോസ് ഉണ്ട്, റാഞ്ച്, 1000 ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സോസ് ഉണ്ട് അവർക്ക്. ഈ സോസും എവറി സിംഗിൾ ബോട്ടിൽ ഓഫ് സോസ് എവിടെയാണോ വെക്കേണ്ടതെന്നുള്ള കാര്യം പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് ദി ഫുഡ് സേഫ്റ്റി പ്രോട്ടോകോൾ ഇസ് വെരി സ്ട്രോങ്. അതായത് യു ഹാവ് ഫ്രീക്വന്റ് വിസിറ്റ്സ് ബൈ ദുബായ് മുനിസിപ്പാലിറ്റി. അവരിങ്ങനെ വരും, അവരിങ്ങനെ വന്നിട്ട് ദേ ഹാവ് ദെയർ ഓൺ ടെമ്പറേച്ചർ പ്രോബ്. ആ പ്രോബ് അവർ കേക്കിനകത്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കും. ദ മൊമെന്റ് ദേ സീ ദാറ്റ് ദി ഇൻസൈഡ് ടെമ്പറേച്ചർ ഓഫ് ദ കേക്ക് ഇസ് 5, 6, 7, 8 whatever degree that is, whatever it is above 5 degrees, ശരത്തിന് ഫൈൻ കിട്ടും. വെൽക്കം ടു ഫൗണ്ടേഴ്സ് ബ്രൂ. ദിസ് ഇസ് എ ഹോസ്റ്റ് ശരത്. ഇന്ന് നമ്മൾ ഫൗണ്ടേഴ്സ് ബ്രൂവിൽ ഒരു കഫേ ബിസിനസ് ആക്ച്വലി എങ്ങനെ റൺ ചെയ്യാം, റൈറ്റ് ഫ്രം കിച്ചൺ സെറ്റപ്പ് ടു ഓപ്പറേഷൻസ് ആൻഡ് എവറിത്തിങ് ഇൻ ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ട്. ജോയിനിങ് വിത്ത് us ഇസ് അഹമ്മദ് സുഹൈൽ. ബ്രോ, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഒരു ബ്രീഫ് ഇൻട്രോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് അഹമ്മദ് സുഹൈൽ ചെയ്യുന്നത്, ആരാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ, and why should we listen to you? So as I mentioned, thanks for inviting me, thanks for having me here. അഹമ്മദ് സുഹൈൽ എന്നാണ് പേര്. ആൻകെ എന്നാണ് എൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേര്. ആൻകെ ANKE. കോറായിട്ട് നമ്മൾ വി ആർ ഇൻ ടു
സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്ങിൽ കുറച്ച് മേഖലകൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കോറായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കസ്റ്റം റെഫ്രിജറേഷൻ നമ്മളൊരു കോർ മേഖലയാണ്. അവിടെ ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂഷ്വൽ ഫാബ്രിക്കേഷൻ, ഈ ടേബിൾസ്, സിങ്സ്, കാഫേസിന് വേണ്ടിയിട്ടുള്ള നോർമൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നമ്മുടെ കമ്പനിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഫാമിലി ബിസിനസ് ആണ്. സോ ഐ ആം ദി സെക്കൻഡ് ജനറേഷൻ. ഞാൻ ബിസിനസ്സിൽ കയറിയിട്ട് ദിസ് ഇസ് മൈ 8th year ഹാൻഡ്ലിംഗ് ദ ബിസിനസ്. ബിസിനസ് ഓവറോൾ എത്ര വർഷമായി? 27 years ആയി. 1997 എസ്റ്റാബ്ലിഷ് ആയ കമ്പനിയാണ്. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഈ നോർമൽ ഈ അറൌണ്ട് ദി കോർണറുള്ള ഒരു കാഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ ചെയ്ത് തുടങ്ങി. പിന്നെ പതിയെ 2001 ആയപ്പോഴത്തേക്കും വി സ്റ്റാർട്ടഡ് എൻട്രിങ് ഇൻ ടു ഈ ഹോട്ടൽ പ്രൊജക്ട്സിൽ എൻ്റർ ആയി. അവിടെ ദേറാ സൈഡിൽ വരുമ്പോഴത്തേക്കും യു സി ദി ഇന്റർ കോണ്ടിനെന്റൽ ഫെസ്റ്റിവൽ സിറ്റിയുടെ അടുത്തൊരു ഇന്റർ കോണ്ടിനെന്റൽ യു സി ദ ഹോട്ടൽ. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹോട്ടൽ പ്രൊജക്ട്. സോ ബാക്ക് ഇൻ 2001, 2002 വി ഡിഡ് ദാറ്റ് ഹോട്ടൽ പ്രൊജക്ട്. അതാകുമ്പോഴത്തേക്കും നമുക്കൊരു ഹോട്ടൽ പ്രൊജക്ടിൽ ആ ഒരു മേഖലയിലിട്ട് ഒരു എൻട്രി കിട്ടി. എന്നിട്ട് അവിടുന്ന് വി സ്റ്റാർട്ടഡ് ഡൂയിങ് എ ലോട്ട് മോർ ഹോട്ടൽ പ്രൊജക്ട്സ്. നൗ വി ആർ എ കൺസൾട്ടന്റ് ലിസ്റ്റഡ് ഫാബ്രിക്കേറ്റർ ഫോർ 4-star, 5-star hotel projects. എന്ന് വെച്ചിട്ട് ഈ കാഫേസും റെസ്റ്റോറൻറ്റ്സും ചെയ്യുന്നില്ല എന്നല്ല. This is also a segment that we cater to. This is the core and a small history of the company. Okay. അപ്പോൾ ഞാൻ ആക്ച്വലി സുഹേലിനെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ടുള്ളൂ തോന്നുന്നല്ലോ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ടേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ട്. ഇനീഷ്യലി ഞാൻ കുറെ കൂടി ഈ ടെക്നിക്കൽ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ കുറെ കൂടി ടെക്നിക്കൽ നോഹൗ, എങ്ങനെയാണ് നമ്മൾ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് ആദ്യം കോണ്ടന്റ് ജനറേഷനിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ കൂടി മനസ്സിലായി ഇത് ഒരു നീഷ് ഓഫ് ദി നീഷ് സെഗ്മെന്റ് മാത്രമേ കേട്ടർ ചെയ്യുന്നുള്ളൂ. ഐ നീഡ് ടു റീച്ച് ടു എ ലാർജർ ഓഡിയൻസ്. അവിടെയാണ് കുറെ കൂടി കാഫേ ഓണേഴ്സിനും പിന്നെ റെസ്റ്റോറന്റ് ഓണേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കോണ്ടന്റ് സ്വിച്ച് ചെയ്ത്. യെസ്, അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറെ കൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ നമ്മൾ എന്താ പറയുക ബിസിനസിന്റെ ഹിസ്റ്ററിയിലേക്കും കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. more like a master class on how to manage a cafe. അപ്പോൾ എനിക്കൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയാം. ഇപ്പോൾ ശരത്തിനൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ കഫേയുടെ കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദി കോൺസെപ്റ്റ്? നിങ്ങൾ ഒരു കഫേ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പം ഇന്നൊരു ബ്രാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെ ഞാനും ഇന്നൊരു ബ്രാൻഡിനെ കോപ്പി അടിച്ച് ഞാനും ഒരു കഫേ തുടങ്ങാം എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല. സോ ഇപ്പം ഒരു 7 കോഫി ഷോപ്പ് ഒരു ലൈനിലുണ്ട്. ശരത്ത് വന്നിട്ട് ഒരു 8ാമത്തെ കോഫി ഷോപ്പ്, ഈ 7 കോഫി ഷോപ്പും ഓഫർ ചെയ്യുന്ന സെയിം നെസ്പ്രസോ, സെയിം ലാറ്റെ, സെയിം സ്പാനിഷ് ലാറ്റെ ഇത് ഓഫർ ചെയ്തുകൊണ്ടിരുന്നാൽ ദർ ഇസ് നോ ഡിഫറൻഷിയേഷൻ ഫാക്ടർ ദാറ്റ് യുവർ ബിസിനസ് വിൽ ബി ഓഫറിംഗ് ടു എ ന്യൂ ഓഡിയൻസ്. സോ എപ്പോഴും ഞാൻ പറയാ യു ഹാവ് ടു ബി റിയലി ക്ലിയർ ഓൺ യുവർ കോൺസെപ്റ്റ്. നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഈ കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ യു നീഡ് ടു ഹാവ് എ ഡിഫറൻഷിയേഷൻ ഫാക്ടർ ആസ് വെൽ. അതായത് ഹൗ ഇസ് ദിസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഈസ് കറന്റ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സെഗ്മെന്റിൽ നിന്നും ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കഫേ എങ്ങനെയാണ്, അതിൻ്റെ ഒരു വേർതിരിക്കുന്ന ഫാക്ടർ എന്താണ് എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് ഈ കഫേ ബിസിനസ്സിലോട്ട് ഇറങ്ങാവുള്ളൂ. സോ ദിസ് ഇസ് ദി കോർ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബർഗർ സീൻ, ദുബായിലെ ബർഗർ സീൻ എക്സ്ട്രീംലി സാച്ചുറേറ്റഡ് ആണ്. സോ ലോഡ് ഓഫ് ബർഗർ കോൺസെപ്റ്റ്സ്, ഇഷ്ടം പോലെ ബർഗർ, യു നെയിം ഇറ്റ്. ഐ മീൻ ഡേവ്സ് ഹോട്ട് ചിക്കൻ ബർഗർ തരുന്നുണ്ട്, പിന്നെ യു ഹാവ് മാക്ഡൊണാൾഡ്സ്, യു ഹാവ് ഗോട്ട് ഗിവ് മീ സം നെയിംസ്, യു ഹാവ് ഗോട്ട് മറ്റേ ബിഗ് വോപ്പർ, ആ കമ്പനിയുടെ പേര് എന്തായിരുന്നു, ബിഗ് വോപ്പർ ഓഫർ ചെയ്യുന്ന മാക്ഡി ഉണ്ട്. പിന്നെ ദർ ഇസ് ദാറ്റ് യൂഷ്വൽ US ബർഗർ ചെയിൻ, പെട്ടെന്ന് പേര് മനസ്സിൽ വരുന്നില്ല, ബർഗർ കിങ്. യെസ്, ബർഗർ കിങ് ഉണ്ട്. പിന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് അതർ മിനി ബർഗർ ബ്രാൻഡ്സ് ആസ് വെൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബർഗർ ബ്രാൻഡ്സിന്റെ ഇടയിൽ എ ബ്രാൻഡ് വിച്ച് launched I think 1 year back created a massive disruption. Really? Okay. Dubai Mall there was a burger chain which opened by the name of Clay. Clay Burger എന്ന് പറഞ്ഞിട്ട് ഒരു ബർഗർ ചെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. It's called started by a chef by the name of Chef Joseph. Whole concept was നമ്മൾ ഇനീഷ്യലി നമ്മുടെ മൈൻഡിലുള്ള ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബൺ ഉണ്ടാവും. ഈ ബണ്ണ് മറ്റേ ചിലപ്പോൾ മറ്റേ മഞ്ഞ മറ്റേ പൊട്ടാറ്റോ ബൺ, ചില കാഫേസ് പൊട്ടാറ്റോ ബൺ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അകത്ത് ഒരു പാറ്റി ഉണ്ടാവും, ഇടയിൽ ലെറ്റീസ് ഉണ്ടാവും. ദിസ് ഇസ് ദി
ഫസ്റ്റ് തോട്ട് ദാറ്റ് യു ഗെറ്റ് വെൻ ഐ മെൻഷൻ എ ബർഗർ Yes, അല്ലേ? right. അപ്പോൾ ഇവർ വന്നിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദേ ലുക്ഡ് അറ്റ് ദി ഓഡിയൻസ്. ഐ മീൻ ഞാൻ ഫസ്റ്റ് പറയുന്ന പോയിന്റ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഒന്ന് ആ ഒരു ഓവർവ്യൂവിൽ കാണാം. അവർ ഓഡിയൻസ് നോട്ടീസ് ചെയ്തു ദർ ഇസ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ ക്രൗഡ് ഇൻ UAE. യുടെ ടോട്ടൽ ഡെമോഗ്രാഫിക്സ് എടുത്താൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ ക്രൗഡ് ഇൻ UAE ആൻഡ് വി ഇന്ത്യൻസ് ലവ് അവർ പൊറോട്ട. ഈ പൊറോട്ട എന്നുള്ളൊരു സംഭവം എടുത്തിട്ട് അവര് അത് വെച്ചിട്ടൊരു ബർഗർ ഉണ്ടാക്കി. ദേ മേഡ് സംതിങ് കോൾഡ് പൊറോട്ട ബർഗർ. ഐ മീൻ അവരുടെ മെനുവിൽ പോയി നോക്കിയാൽ ദിസ് ദേർ ഇൻ ദുബായ് മോൾ. അവർ എത്രത്തോളം സക്സസ് ആയെന്ന് പറഞ്ഞാൽ ദുബായ് മോളിൽ ഒരു ക്രൗഡ് ഇൻഫ്ലക്സും മറ്റേതൊക്കെ കാരണം നൗ ദേ ഹാവ് ഓപ്പൺഡ് 2-3 ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് ആസ് വെൽ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് UAE. അത്രയ്ക്ക് ക്രൗഡ് അവർക്ക് ദുബായ് മോളിലുണ്ട്. സോ പൊറോട്ട ബർഗർ ലോഞ്ച് ചെയ്തു. ഇതിനകത്ത് നല്ല വെരി നൈസ് ലുക്കിംഗ് പാറ്റി അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ദേ ലോഞ്ച്ഡ് എ ഹോൾ പൊറോട്ട ബർഗർ കോൺസെപ്റ്റ്. ഷോ കിച്ചൺ ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. ക്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അഗൈൻ ഫുൾ ഒരു ക്ലേ തീംഡ് ഒരു ഇന്റീരിയറും മറ്റേ ഡെക്കോറൊക്കെ ചെയ്തു. എന്നിട്ട് ദേ ലോഞ്ച്ഡ് and then immediately there was an influx of Indian crowd as expected. പക്ഷേ over a period of time people started hyping it up so big, and then other nationalities really wanted to try out what is the fuss about this Parota burger. അങ്ങനെ if you go to Dubai Mall, there's a big queue in front of clay burger. ഈ കോൺസെപ്റ്റ് പോയി നോക്കിയാൽ മതി. As I mentioned, എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ they were very clear about which is the target market that we need to address and what is the new addition that we are bringing to the market. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ they were really they did their research and they did their study. അപ്പം അതിന്റെ റിസൾട്ട് അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൽ കാണാനുണ്ട്, അവരുടെ സെയിൽസ് ഫിഗേഴ്സിൽ കാണാനുണ്ട്. സോ കോൺസെപ്റ്റ് ഹാസ് ടു ബി റിയലി സ്ട്രോങ്. ദിസ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് സ്ട്രോങ് ആവണമെന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹൂ യു ആർ ടാർഗറ്റിംഗ് ഓൾസോ, റൈറ്റ്? അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആദ്യം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, അതൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തണോ? അപ്പം നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം നോക്കുക. നമ്മളിപ്പോൾ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റ് അവൈലബിൾ നോക്കുക. ഈ യൂണിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഡെമോഗ്രാഫിക്സ് എങ്ങനെയാണ് നോക്കുക. ഇഫ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഇന്ത്യൻ ക്രൗഡ്, ഫസ്റ്റ് ഇസ് ലൊക്കേഷൻ. ലൊക്കേഷൻ ഒബിയസ്ലി നമ്മളൊരു കാഫെ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്ഥലം മനസ്സിലുണ്ടാവും. അപ്പം ഈ ലൊക്കേഷന് അനുസരിച്ചുള്ള ഒരു ഡെമോഗ്രാഫിക്സിന്റെ ഒരു സ്റ്റഡി നമ്മൾ ബേസിക്കലി നടത്തിയിരിക്കണം. എന്നിട്ട് ഇവർക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെനു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫുഡ് എഞ്ചിനീയറിംഗ് ഇത് നടത്തിയിട്ട് വേണം നമ്മളൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ചൈനീസ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു അറബിക് കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്താൽ ദിസ് ഇസ് സപ്പോസ് ടു ഫെയിൽ ഫ്രം ദി ഗെറ്റ് ഗോ, അല്ലേ? സോ ദാറ്റ്സ് വാട്ട് ഐ മെൻഷൻ. ആ ഒരു ഡെമോഗ്രാഫിക്സ് മനസ്സിലാക്കി വെറൈറ്റി ആയിട്ട് കറന്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ നിന്ന് എന്ത് കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കി പുതിയൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഓൾവേസ് അഡ്വൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ലൊക്കേഷൻ ആൻഡ് ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെമോഗ്രാഫിക്സ് എന്താണെന്നുള്ളത് സ്റ്റഡി ചെയ്യുക, റൈറ്റ് ഫ്രം ജെൻഡർ, ഇൻകം ആൻഡ് എവറിത്തിങ്. പിന്നെ എസ്പെഷ്യലി നാഷണാലിറ്റി, അല്ലേ? പ്രത്യേകിച്ച് ദുബായിൽ പോലുള്ള ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ where do we go from there? ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കോഫി ഷോപ്പ് ഇൻഡസ്ട്രി, ഞാൻ ബർഗറിന്റെ സീൻ നേരത്തെ പറഞ്ഞു. ഈ കോഫി ഷോപ്പ് ഇൻഡസ്ട്രിയുടെ ഒരു സീൻ എടുത്താൽ ദുബായ് ഇസ് ദി, ഇഫ് യു നോട്ടീസ്, എവറി 50 meters ഡൗൺ ദ ലൈൻ യു വിൽ ഫൈൻഡ് എ കോഫി ഷോപ്പ്. വേൾഡില് ഇത്രയും കോഫി ഷോപ്പ് ഡെൻസിറ്റി ഉള്ള ഒരു സിറ്റി വേറെ ഇല്ല. ദിസ് ഈവൻ ഡെൻസർ ദാൻ ന്യൂയോർക്ക് ഇൻ ടേംസ് ഓഫ് കോഫി ഷോപ്പ് സീനറി. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ആസ് എ മെൻഷൻ 7 കോഫി ഷോപ്പ് ഉള്ള സ്ഥലത്ത് നമ്മൾ 8ാമത്തെ കോഫി ഷോപ്പ് തുടങ്ങുമ്പോഴത്തേക്കും വി നീഡ് ടു ഹാവ് എ ക്ലിയർ ഡിഫറൻഷിയേഷൻ ഫാക്ടർ. അപ്പോൾ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ലുക്ക് അറ്റ് ഇസ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വുഡ് ബി, ഐ വുഡ് സേ, യുവർ ഇന്റീരിയേഴ്സ്. ഇപ്പം now you are planning to open up a cafe, ഒരു കാഫെ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എഗെയിൻ ഇത് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പം തന്നെ ദർ ആർ ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ്. ലൈക്ക് കാഫെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, കാഷ്വൽ ഡൈനിങ് ഉണ്ട്, ഫാസ്റ്റ് കാഷ്വൽ ഉണ്ട്, ഫൈൻ ഡൈനിങ് ഉണ്ട്, QSR ഉണ്ട്. QSR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാക്ഡൊണാൾഡ്സ്, ടിം ഹോട്ടൻസ്, ബർഗർ കിങ്, ഇതേപോലത്തെ ബ്രാൻഡ്സ്, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്, ആ ഒരു മേഖലയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പം എന്ത് ടൈപ്പ് കോൺസെപ്റ്റ് ആണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഈ ഒരു മേഖലയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ 4-5 ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നും വിച്ച് സെക്ടർ ദാറ്റ് യു വോണ്ട് ടു കോൺസെൻട്രേറ്റ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് വാട്ട് ഐ കറന്റ്ലി സീ ഇൻ ദ മാർക്കറ്റ് ഇസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഫൈൻ ഡൈനിങ് ഇസ് ഗ്രാജുവലി ഫേസിങ് ഔട്ട്.
ഓ ഓക്കെ. അതായത് നമ്മൾ ഒരു ഹൈ എൻഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വലിയ ടേബിൾ ക്ലോത്തും പിന്നെ ഭയങ്കര നമ്മളെ അതായത് ഭയങ്കര ആകർഷിക്കുന്ന സർവീസും പിന്നെ ക്യൂറേറ്റഡ് മെനൂസും ലൈക്ക് 7 കോഴ്സ് മെനൂസ് ഷെഫ് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടാക്കുക. ഈ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജെൻസി മില്ലേനിയൽ ജനറേഷനിൽ കറന്റ്ലി ഡൈയിങ് ഔട്ട് ആണ്. പതുക്കെ ഫേസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ആൻഡ് കൺവീനിയൻസ് ഈ 2 മേഖലയിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് right now the cafe business is thriving. What defines the success of your cafe or restaurant business is how fast you can deliver your dishes and what is the sort of brand story that your customers can relate to. ഇങ്ങനത്തെ ഈ ഒരു ജെൻസി മില്ലേനിയൽ ഈ ഒരു ജനറേഷനിൽ നിന്നും the more you try to give this ഫൈൻ ഡൈൻ വന്നിരിക്കുക എന്നിട്ട് ഐ മീൻ ഈ ഒരു ഫേക്ക്നെസ് അവർക്ക് ആദ്യമേ തന്നെ മനസ്സിലാവും. സോ യു ഹാവ് ടു ബി റിയലി റിയൽ ഇൻ വാട്ട് യു വോണ്ട് ടു സെൽ ടു ദം, വാട്ട് ഇസ് ദ സോർട്ട് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് യു വോണ്ട് ടു ഗിവ് ടു ദം, ആൻഡ് സ്പീഡ് ഇസ് വെരി ക്രിട്ടിക്കൽ. സോ ആസ് ഐ മെൻഷൻഡ്, എന്ത് കാറ്റഗറിയാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൽ ഒരു ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് വേണം. ആൻഡ് ദിസ് കാറ്റഗറി വിത്ത് ടുഡേസ് ട്രെൻഡ്, ഇറ്റ് ഹാസ് ടു ബി ഫോക്കസിങ് ഓൺ സ്പീഡ് ആൻഡ് കൺവീനിയൻസ്. ദാറ്റ്സ് ഹൗ യു ത്രൈവ്. സോ ഫൈൻ ഡൈനിങ് പോലത്തെ ഒരു ഇതിലേക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പോകുന്നത് ഒരിക്കലും നല്ലതല്ല. I will never advise against going for a fine dine concept. Okay. And then okay, അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റിൽ ഫിക്സ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ദുബായിൽ നമ്മൾ യൂറോപ്യൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്റീരിയേഴ്സ് അല്ലേ, ഇന്റീരിയേഴ്സ് ആ ഒരു ആംബിയൻസ് എന്തായിരിക്കണം എന്നുള്ളതും ഡിസൈൻ ചെയ്യണം. അതെങ്ങനെയാണ്? അപ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാരായിട്ടാണോ നമ്മൾ ഇന്റീരിയേഴ്സ് പൊതുവെ ഇപ്പം നമ്മളുടെ തീം എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ലേറ്റോ കാഫെ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ഇറ്റ്സ് എ UK ബേസ്ഡ് പേസ്ട്രി കാഫെയാണ്. പേസ്ട്രിയാണ് അവരുടെ കോർ ഫോക്കസ്. അവർ ഇന്റീരിയേഴ്സ് ഫുൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് വിൻറ്റേജ് സ്റ്റൈലിലാണ്. അപ്പം ദർ ക്രൗഡ് ഇസ് യൂറോപ്യൻ. ഒരു ദുബായ് ഹിൽസ് മോൾ പോലത്തെ ഒരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ദേ വോണ്ട് ടു അട്രാക്ട് ലോട്ട് ഓഫ് യൂറോപ്യൻ ക്രൗഡ്സ് അവരുടെ കഫേയിലോട്ട് വരണം. സോ അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്റീരിയേഴ്സാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇന്റീരിയേഴ്സ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു സംഭവമാണ് ഈ കിച്ചൺ എക്യുപ്മെന്റ്. കിച്ചൺ എക്യുപ്മെന്റും ഈ ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ആണ്. ആസ് എ കസ്റ്റമർ യു വിൽ സി. ഇപ്പൊ ശരത്ത് ഒരു കഫേയിലോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ ഗെറ്റ് ടു സീ ദ ബേണേഴ്സ്. കിച്ചണിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ പൊതുവെ യു ആർ നോട്ട് ഗോയിങ് ടു ബി അവെയർ ഓഫ്, അല്ലേ? യു വിൽ ബി ഗെറ്റിംഗ് ടു സീ ദ ഡിസ്പ്ലേ കൗണ്ടേഴ്സ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കിച്ചൺ എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളൊരു കാഫേ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ശരത്ത് ഒരു കാഫേ സ്റ്റാർട്ട് ചെയ്യണം. നാളേക്ക് എനിക്ക് ഇത്ര ഡിമാൻഡ് വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഓവർ സൈസ്ഡ് എക്യുപ്മെന്റ് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റിൽ ഇഷ്ടംപോലെ റേഞ്ച് ഓഫ് എക്യുപ്മെന്റ് അവൈലബിൾ ആണ്. അതായത് ലച്ചേ ഒരു ഓവൻ സെലക്ട് ചെയ്യണം. റേഷണൽ ഓവൻ എന്ന് പറഞ്ഞിട്ടൊരു ഓവൻ സെലക്ട് ചെയ്യണം. ജർമ്മൻ ഓവൻ. നിങ്ങൾക്ക് ഇത് 5 ട്രേ കോമ്പിനേഷൻ കിട്ടും, 10 ട്രേ കോമ്പിനേഷൻ കിട്ടും, ഇതിലും വലിയ കോമ്പിനേഷനിൽ കിട്ടും. ഇപ്പോൾ ശരത്ത് ഒരു കാഫേ തുടങ്ങുമ്പോൾ തന്നെ ഒരു 50,000 dirhams ഇനീഷ്യലി സ്പെൻഡ് ചെയ്തിട്ട് ഒരു മാക്സിമം എഫിഷ്യൻസി ഓവൻ വാങ്ങിക്കഴിഞ്ഞാൽ വാട്ട്സ് ഗോണ ഹാപ്പൻ ഇസ്, ഈവൻ ബിഫോർ പ്രൂവിങ് യുവർ കോൺസെപ്റ്റ് you have invested so much money in your equipment. If your concept fails, everything else is gonna fall like dominoes. So in the first advice, like once you have finalized on the concept, the location finalized, what sort of segment that you want to put your cafe in, other QSR avam, other fine dine is out of the question. Casual fine dine, അല്ലെങ്കിൽ fast casual. ഈ മേഖലയിൽ ഈ ഒരു സെക്ടർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് the moment you enter into your interiors and kitchen equipment, always make sure that നമുക്ക് പതുക്കെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് കിച്ചൺ എക്യുപ്മെന്റ് ഇനീഷ്യലി നമ്മളൊരു ആ ഒരു ക്യാപെക്സ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഡോണ്ട് ഇൻവെസ്റ്റ് ലോട്ട് മോർ ഓൺ കിച്ചൺ എക്യുപ്മെന്റ് എക്സ്പെക്ടിങ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഇപ്പൊ നിങ്ങളുടെ റെസ്റ്റോറന്റ് കവർ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റിംഗ്സ് 50 ഉള്ളൂ. ആൻഡ് ദെൻ യു ഡിഫൈൻ യുവർ എക്യുപ്മെന്റ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ സപ്ലൈ 100 people. അങ്ങനെയാണെങ്കിൽ ഈ 50 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ എക്യുപ്മെന്റ് ഡിസൈൻ ആക്ച്വലി വേസ്റ്റ് ആണ്. Because your kitchen can only serve 50 people. Future demand മനസ്സിൽ കണ്ടുകൊണ്ട് you investing heavily on a kitchen equipment is going to really take a toll on your overall capex. So always take care of that. ഒരു lean core methodil always start your cafe. ആദ്യം ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക കിച്ചൺ എക്യുപ്മെന്റിൽ. മേക്ക് ഷുവർ ദാറ്റ് യുവർ കോൺസെപ്റ്റ് ഈസ് വർക്കിംഗ്. മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് യുവർ കോൺസെപ്റ്റ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഓൺ ദി big kitchen equipment that can give you more.
ഓക്കെ in terms of output. സോ നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഫിക്സ് ചെയ്തു. ഇനി ഡിസ്പ്ലേ കൗണ്ടേഴ്സിലേക്ക് വരാം. അതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എന്താണ് ലൈക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ആണ് ആ ഏരിയയിൽ നമ്മൾ എങ്ങനെയാണ്? ഡിസ്പ്ലേ കൗണ്ടേഴ്സ് എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു മേഖലയാണ്. ഇവൻ ഞാൻ ബിസിനസ്സിൽ കയറിയതിനു ശേഷം തന്നെ മൈ ഫോക്കസ് വാസ് ടു ഡെവലപ്പ് ദിസ് ഡിസ്പ്ലേ കൗണ്ടർ സെഗ്മെന്റ്. ആൻകെ ആസ് എ ഹോൾ നമ്മൾ നോർമൽ ഫാബ്രിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നൗ വി ആർ വെരി മച്ച് നോൺ ഇൻ ദ മാർക്കറ്റ് ഫോർ ദി കൈൻഡ് ഓഫ് ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ദാറ്റ് വി ഡു. ഡിസ്പ്ലേ കൗണ്ടേഴ്സിൽ വാട്ട് ഐ നീഡ് ടു ടെൽ യു ഇസ് നോർമലി ശരത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ചില പ്രീമിയം കാഫേസിലോട്ട് പോയി കഴിഞ്ഞാൽ ദേ ഹാവ് ഗോട്ട് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് കേക്ക്സ് ഇൻസൈഡ് ദ ഡിസ്പ്ലേ കൗണ്ടർ. പക്ഷേ ഗ്ലാസ്സിൽ എപ്പോഴും ഒരുമാതിരി ഫോഗ് പിടിച്ചിട്ടുണ്ടാവും, വെള്ളം പോലത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഫോഗ്. ഇതിന് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ വാട്ട് വി കോൾ ദിസ് ഇസ് സ്വെറ്റിംഗ് ഓൺ ദ ഗ്ലാസ്. ഇങ്ങനത്തെ ഒരു ഇത് നടക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പെൻഡ് ചെയ്ത് നമ്മൾ പേസ്ട്രി ഡിസൈൻ ചെയ്തു, പേസ്ട്രി ഉണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് ഷോക്കേസ് ചെയ്തു. പക്ഷേ കസ്റ്റമർ വരുമ്പോഴത്തേക്കും വാട്ട് ഹി ഈസ് എക്സ്പീരിയൻസിങ് ഇസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. അതായത് ഈ വെള്ളത്തിന്റെ അകത്തൂടാണ് ഞാൻ ഈ പറഞ്ഞ ഈ കേക്ക് കാണേണ്ടത്. ഈ ഒരു അവസ്ഥ ഇറ്റ്സ് അഗൈൻ ഇമ്പാക്ടിങ് ദി ഓവറോൾ കസ്റ്റമർ എക്സ്പീരിയൻസ്. സോ വാട്ട് വി ഡു ഇൻ ആൻകെ ഇസ് നമ്മൾ വി എൻഷുർ ദാറ്റ് ദർ ഇസ് നോ സ്വെറ്റിംഗ് ഓൺ ദ ഗ്ലാസ്. ഇതിനകത്ത് കുറെ തരം ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വി ഗിവ് ഹീറ്റഡ് ഗ്ലാസ്. ഈ ഹീറ്റഡ് ഗ്ലാസ് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ദ കാർ ദാറ്റ് യു ഡ്രൈവ്, അതിന്റെ ബാക്കിലത്തെ ആ വിൻഷീൽഡിൽ യു ഹാവ് the red dotted lines. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. Those are actually heaters. അത് ഡീഫോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹീറ്റേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ കേസിൽ വി കാൻ ഗിവ് ദോസ് റെഡ് ഡോട്ടഡ് ലൈൻസ് ബിക്കോസ് അഗൈൻ ദാറ്റ് വിൽ ഇമ്പാക്ട് ദ വ്യൂ ഓഫ് ദി പ്രോഡക്ട്സ് ഇൻസൈഡ്. What we do is ഈ സെയിം കോൺസെപ്റ്റ് തന്നെ വി ഹാവ് ട്രാൻസ്പെറന്റ് ഹീറ്റേഴ്സ്. ഈ ട്രാൻസ്പെറന്റ് ഹീറ്റേഴ്സ് ഗ്ലാസ്സിൽ എച്ച് ചെയ്തിട്ട് വി ഹാവ് എ സ്പെസിഫിക് ഡീഫോഗിങ് ടെക്നോളജി ദാറ്റ് വി അപ്ലൈ. അപ്പോഴത്തേക്കും വാട്ട് എവർ ബി ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ഗ്ലാസ് ഫോഗ് ആവില്ല. അപ്പം ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് ഇൻ കംസ് ടു ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ഇസ് പ്രിവെന്റ് ദ ഫോഗിങ് ഇൻ ദ ഗ്ലാസ്. ഗ്ലാസ് സ്വെറ്റ് ചെയ്യാതെ നോക്കുക. ഓൾവേസ് make sure that your customers always have a very good see-through to the beautiful pastries that you have designed or your chef has designed. ഇതൊന്ന് എൻഷുർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ടെമ്പറേച്ചർ what you need to look into is always ഇതേപോലത്തെ ഒരു പേസ്ട്രി ഡിസ്പ്ലേ കൗണ്ടർ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും അകത്തെ ടെമ്പറേച്ചർ ഹാസ് ടു ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ 2 to 5 degrees. ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് ഗോയിങ് ടു എഫക്ട് യുവർ കേക്ക്സ്. ആൻഡ് ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് ദി ഫുഡ് സേഫ്റ്റി പ്രോട്ടോകോൾ ഇസ് വെരി സ്ട്രോങ്. അതായത് യു ഹാവ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ബൈ ദുബായ് മുനിസിപ്പാലിറ്റി. അവരിങ്ങനെ വരും, അവരിങ്ങനെ വന്നിട്ട് ദേ ഹാവ് ദെയർ ഓൺ ടെമ്പറേച്ചർ പ്രോബ്. ആ പ്രോബ് അവർ കേക്കിനകത്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കും. ദ മൂമെന്റ് ദേ സീ ദറ്റ് ദി ഇൻസൈഡ് ടെമ്പറേച്ചർ ഓഫ് ദ കേക്ക് ഇസ് 5, 6, 7, 8 whatever degree that is, whatever it is above 5 degrees ശരത്തിന് ഫൈൻ കിട്ടും. So always ensure that നമ്മുടെ കേക്ക് ഡിസ്പ്ലേ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ the fabricator that you go to get this fabricated or the brand that you select from the market is giving that 2 to 5 degrees inside. വേറെയും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ let's say you have a chocolate concept. ഒരു ചോക്ലേറ്റ് കോൺസെപ്റ്റ് ആണ്. ചോക്ലേറ്റ് സെൽ ചെയ്യണമെങ്കിൽ obviously you need to show the customers the chocolates that you have made and obviously this chocolate will be inside a display case. ഡിസ്പ്ലേ കേസിനകത്തായിരിക്കും ചോക്ലേറ്റ് ഇരിക്കുക. അപ്പം ചോക്ലേറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഒരു 12 to 15 അല്ലെങ്കിൽ ഒരു 16 to 18 ഡിഗ്രീസിലാണ് ഈ പറഞ്ഞ ചോക്ലേറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇത് ചില കേസിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഡിസ്പ്ലേയുടെ അകത്ത് ഹ്യൂമിഡിറ്റി ലെവൽ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിസ്പ്ലേക്കകത്ത് നോർമൽ ഒരു ഹ്യൂമിഡിറ്റി ലെവലുണ്ട്. ചോക്ലേറ്റ് ഡിസ്പ്ലേയുടെ കേസിൽ സ്പെസിഫിക്കലി ഒരു 60 to 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇമാജിൻ ശരത്ത് മാർക്കറ്റിൽ പോയിട്ടൊരു കിറ്റ് കാറ്റ് വാങ്ങി, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടൊരു കിറ്റ് കാറ്റ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫിലിരുന്ന കിറ്റ് കാറ്റ് എടുത്ത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ കിറ്റ് കാറ്റ് പുറത്തെടുത്ത് കഴിക്കുമ്പോൾ വാട്ട് വുഡ് ബി ദാറ്റ് എക്സ്പീരിയൻസ്? ഒരു മേളിലൊരു കിറ്റാറ്റിന്റെ മേളിലൊരു വൈറ്റ് ലെയർ ഓഫ് ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഷുഗർ ഫോർമേഷൻ. അതായത് ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് ഏറ്റവും മുകളിലോട്ട് വന്നിട്ട് സെഡിമെന്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് വാട്ട് യു ആക്ച്വലി സീ ഓൺ ടോപ്പ് ഓഫ് കിറ്റ് കാറ്റ്. അതും കിറ്റ് കാറ്റ് ആ ഒരു ചോക്ലേറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് അതങ്ങ് ഹാർഡൻ ആവും. ദ മൊമെന്റ് യു ബൈറ്റ് ദ കിറ്റ് കാറ്റ് ഒരു ക്ലിക്ക് സൗണ്ട് കേട്ട് അതിന്റെ മൊത്തം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് കഴിച്ചാൽ കിട്ടുന്ന ക്വാളിറ്റിയിൽ നിന്നും വളരെ
ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ശരത്ത് സ്വന്തം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ കിറ്റ് കാറ്റ് കഴിച്ചാലുണ്ടാവും. സോ വാട്ട് റിയലി നീഡ് ടു എൻഷുർ ഇസ് ചോക്ലേറ്റ് ഡിസ്പ്ലേ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾവേസ് എൻഷുർ ഒരു 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അകത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്യലെന്നുള്ളത്. അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ദ ചോക്ലേറ്റ് വാട്ട് യു സെർവ് ഔട്ട് ടു യുവർ ക്ലയൻസ് വിൽ ഹാവ് ദ സെയിം ന്യൂ ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞില്ല. ഇതത് ഷുഗർ ഫോർമേഷൻ ആണ്. അതെ, ഷുഗർ ഫോർമേഷൻ ആണ് മേൽ കാണുന്നത്. ഓക്കെ സോ ഡിസ്പ്ലേ കൗണ്ടേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ കിച്ചണിന്റെ ഈ പറഞ്ഞ മാതിരി നമ്മൾ എന്താണോ നമ്മൾ കപ്പാസിറ്റി, ഇനീഷ്യൽ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ചുള്ളൊരു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്കെയിൽ ചെയ്യാന്നുള്ള എളുപ്പമാണോ? കാര്യം കിച്ചൺ ഒരിക്കൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതി സെറ്റ് ചെയ്താൽ പിന്നെ എങ്ങനെയാണത്? ഞാൻ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒബിയസ്ലി ഒരു ഫ്യൂച്ചർ ഡിമാൻഡ് ഒരു ലിമിറ്റ് വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ഒരു ഇതെങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പോയിട്ട് റോൾസ് റോയ്സ് എടുക്കില്ല. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ റോഡായിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു ടൊയോട്ട കൊറോള പോയിട്ട് എടുക്കും. എന്നിട്ട് ഇവിടുത്തെ ദുബായിലെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് അത്യാവശ്യം സെറ്റായെന്ന് തോന്നിയാലേ ഞാൻ പിന്നെ ഒരു ഫ്യൂച്ചർ അടുത്തൊരു ഫേസിലോട്ട് ഞാൻ ഇതാവത്തുള്ളൂ, എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റും. ഈ പൊതുവേ ഈ കാഫേ ഓണേഴ്സ് പൊതുവേ ചെയ്യുന്ന ഒരു മണ്ടത്തിനും തന്നെ പറയാം. ആദ്യമേ കയറിയിട്ട് വലിയ വില കൂടിയ എക്യുപ്മെന്റ് വാങ്ങിക്കുകയും ഭയങ്കര ഹൈ കപ്പാസിറ്റി സാധനങ്ങൾ വാങ്ങിക്കുകയും എന്നിട്ട് ഇതിന്റെ യൂസേജ് ആദ്യമേ ഇനീഷ്യലി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. ഈ എക്യുപ്മെന്റ് മാറ്റി ലെറ്റ്സ് ഇപ്പം ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ, ശരത്ത് ഇപ്പോൾ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തു, 50,000 വേണ്ടി ഡിസൈൻ ചെയ്തു. നാളെ ഇത് കുറച്ചും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്യുപ്മെന്റ് പുൾ ഔട്ട് ചെയ്ത് ഒരു പുതിയൊരു എക്യുപ്മെന്റ് ഇടാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ആദ്യമേ ഈ മാക്സ് കപ്പാസിറ്റി എക്യുപ്മെന്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇനീഷ്യൽ കാപെക്സ് സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു പോയിന്റ് ആണ്. So this is something that you have to take care of. Right. Now the kitchen is set up, display counters are there, seating is done. ഇനിയിപ്പോൾ ആൾക്കാരെ കൊണ്ടുവരണം. So where do we go from there? അത് ഒരു മാർക്കറ്റിംഗിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഇതിരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഫുഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ദ ബെസ്റ്റ് റിവ്യൂ ദാറ്റ് എ കാഫേ ഓണർ ക്യാൻ ഗെറ്റ് ഈസ് ഓൾവേസ് എ ക്ലീൻ പ്ലേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് എവറി ഡേ. അത് വേറെ ഒന്നുമില്ല. ഇനി എത്ര മാർക്കറ്റിംഗിനും പുറത്തുനിന്ന് ആൾ കൊണ്ടുവന്നിട്ട് ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്നിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാലും ദിസ് ഫീലിംഗ് ദാറ്റ് യു വുഡ് ഗെറ്റ് അവർക്ക് ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. സോ എന്ന് വെച്ചാൽ അവരുടെ സ്പെൻഡ് ചെയ്യണമെന്നല്ല, ഇവർക്കും ഇവരുടേതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. Make sure that your food, that the food that you're serving out is really good. Word of mouth marketing, അതായത് ഒരാൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് he found it really good, എന്നിട്ട് he starts recommending it to his friends. അങ്ങനത്തെ ഒരു ഓർഗാനിക് ഗ്രോത്ത് എപ്പോഴും നമ്മളുടെ ഒരു കാഫേ കോൺസെപ്റ്റിൽ ഉണ്ടാവണം. പിന്നെ ആസ് ഐ മെൻഷൻഡ് ഒരു ഹീറോ പ്രോഡക്റ്റ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ഒരു ഹീറോ പ്രോഡക്റ്റ്, അതായത് ഞാൻ ഇവിടുത്തെ ഒരു കാഫേയിൽ പോയിട്ട്, ഇവിടുത്തെ ഒരു ലോക്കൽ താഴെയുള്ള ഒരു കാഫേയിൽ പോയിട്ട് അവിടുത്തെ ഒരു മെനു നോക്കിയാൽ ഒരു 10-20 പേജ് കാണും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് മറ്റേ ബുർജ് ഖലീഫ ജ്യൂസ്, ബുർജ് അൽ അറബ് ജ്യൂസ്, ഷെയ്ഖ് ഹംദാൻ ജ്യൂസ്, ഫസ്ദ ജ്യൂസ്, അങ്ങനെ ജ്യൂസിന്റെ ഒരു ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ടാവും. പിന്നെ ബർഗർ തന്നെ ഒരു 100-110 ബർഗർ ഉണ്ടാവും. ഇത് തുറന്നു നോക്കിയാൽ തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഏത് പടം കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ട്രാക്ക് ഔട്ട് ആവുമല്ലോ. ആ ഒരു മെന്റാലിറ്റിയാണ് ഡിസിഷൻ ഫാറ്റീഗ്. ഇതാണ് മിക്ക മെനു നോക്കിയാലും ഉണ്ടാവുക. ദർ വിൽ ബി നോ ഹീറോ പ്രൊഡക്റ്റ്. അതായത് ഇന്ന കഫേയിൽ പോയാൽ ഇന്ന സാധനം കിട്ടും. ഞാൻ ഇപ്പം ക്ലേയുടെ കാര്യം പറഞ്ഞു. ക്ലേയിൽ ആൾക്കാർ പോകുന്നത് ക്ലേ ബർഗർ കഴിക്കാനാണ്. അതുകൂടാതെ അവർക്ക് വേറെ പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷേ ദർ ഹീറോ പ്രൊഡക്റ്റ് ഇസ് ദി ക്ലേ ബർഗർ. മേജർ ട്രാഫിക് കൊണ്ടുവരുന്ന ഈ ഹീറോ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹീറോ പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവണം. ദിസ് ഇസ് ഗോൺ ടു ബി യുവർ മെയിൻ മാർക്കറ്റിംഗ് ടൂൾ. ഈ ഹീറോ പ്രൊഡക്റ്റിന് അനുബന്ധിച്ചിട്ടായിരിക്കണം നിങ്ങളെ മെയിൻ മാർക്കറ്റിംഗ് ഫണ്ടമെന്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഇതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആളെ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വേറെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ റാഷിദ് അലി കാഫറ്റേരിയ, ദുബായിൽ വളർന്നുകൊണ്ട് മേ ബി യു ഹാവ് സീൻ a lot of this റാഷിദ് അലി കാഫറ്റേരിയ. ചെറിയ കാഫേ ആണ്, ഒരു ഗ്രീൻ ഹോർഡിംഗ് ആണ്, സൈനേജ് ഒക്കെ ഗ്രീൻ റാഷിദ് അലി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഒരു ഗ്രീൻ ഹോർഡിംഗും കാര്യങ്ങളൊക്കെയാണ്. റാഷിദ് അലി പോയിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോയിട്ടുണ്ട്. റാഷിദ് അലിയിൽ പോയി കഴിഞ്ഞാൽ ദി മെനു ദാറ്റ് യു ഗെറ്റ്, ഓക്കെ, ആള് പുറത്ത് വന്നിട്ട് പറയും നിങ്ങൾക്ക് ഏത് സാൻഡ്വിച്ചാണ് വേണ്ടത്, നമ്മളിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ലണ്ടൻ, പാരീസ്, ഫ്രാങ്കൻസ്റ്റൈൻ, പിന്നെ ഒരു 2 ഇതും കൂടെ പറയും, വേറെ ഏതോ രാജ്യത്തിന്റെ സ്ഥലങ്ങളുടെ സിറ്റിയുടെ പേര് പറയും. ഇതെല്ലാം സാൻഡ്വിച്ച് ആണ്. ലണ്ടൻ, പാരീസ്,
ഫ്രാങ്കൻസ്റ്റൈൻ, പേര് ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടാവും, വേറെ 2 സാൻഡ്വിച്ചിന്റെ പേരും കൂടെ പറയും. അവരെ മെനു ഈ ഒരു 5 സാധനമുണ്ട്. പിന്നെ ജ്യൂസ് എന്ന് പറയാൻ വേണ്ടി ഒരു റാഷിദ് അലി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഒരു 6 പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഭയങ്കര കച്ചവടമാണ്. വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അറബികളൊക്കെ നിന്ന് ക്യൂ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ്. എഗെയിൻ അവരുടെ മെനു അവർ കോറായിട്ട് ഡിഫൈൻ ചെയ്തു. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് സാൻഡ്വിച്ച് കോൺസെപ്റ്റിലാണ്. അതും ഈ ലണ്ടനും പാരീസും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. മെനുവിൽ ചെറുതായിട്ടൊന്ന് ഒരു സ്പൈസും മറ്റേതൊക്കെ ആഡ് ചെയ്തിട്ട് ലണ്ടൻ ഫ്രാൻസായി മാറുന്നു, പാരീസായി മാറുന്നു, പാരീസ് പിന്നെ ഫ്രാങ്കൻസ്റ്റൈൻ മാറുന്നു. സെയിം കോൺസെപ്റ്റാണ് US ചെയിനായ ടാക്കോ ബെല്ലും. ടാക്കോ ബെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. ടാക്കോ ബെല്ലിന്റെ കോൺസെപ്റ്റും പ്രെറ്റി സിമിലർ ആണ്. അവർക്ക് ഒരു 5-6 സാൻഡ്വിച്ച് അല്ലെങ്കിൽ പറഞ്ഞ ഈ ടാക്കോ ബെല്ലിന്റെ കാറ്റഗറി ഉണ്ടാവും. ഈ ടാക്കോ ബെല്ലിന്റെ ഓരോ പ്രൊഡക്റ്റും തമ്മിൽ സത്യം പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു സംഭവം എടുത്ത് അങ്ങോട്ട് വെക്കുന്നു, ഈ സംഭവം എടുത്ത് അങ്ങോട്ട് മാറ്റുന്നു, ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. അപ്പോഴത്തേക്കും പുതിയൊരു പ്രൊഡക്റ്റ് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും, വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കും. പക്ഷേ കുറെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ കുറെ പ്രൊഡക്റ്റും ഉണ്ട്, ഒരു 5-6 പ്രൊഡക്റ്റും ഉണ്ട്. സോ കസ്റ്റമറിന് ഈ ഒരു ഡിസിഷൻ ഫാറ്റിഗ് വരുത്തില്ല. ഓൾവേസ് ഫൈൻഡ് ഓക്കെ ഇന്ന പ്രൊഡക്റ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ് പ്രൊഡക്റ്റ് ഈസ് ഡിഫറെന്റ്. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിലാണ് മെനു എഞ്ചിനീയറിംഗ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. മെനു എഞ്ചിനീയറിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി നമ്മുടെ എഫിഷ്യൻസി ഒക്കെ അതിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. കിച്ചന്റെ എഫിഷ്യൻസി, SOP, അതായത് ദിസ് ഈസ് വെരി ക്രിട്ടിക്കൽ. കിച്ചൺ എക്യുപ്മെന്റ് ലേ ഔട്ട് ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ SOP. സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ യു ഗോ ടു എ സബ്വേയിൽ പോയിട്ട് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് അവർ ചോദിക്കും നിങ്ങൾക്ക് ഏത് ബ്രെഡാണ് വേണ്ടത്, പാരമേസൺ ഒറിഗാനോ, വീറ്റ്, ഹണി ഓട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഹാവ് ഗോട്ട് ബ്രെഡ് സെലക്ഷൻ. ഫസ്റ്റ് ബ്രെഡ് എടുക്കുക, ബ്രെഡ് എടുത്തിട്ട് അവർ ഈ പറഞ്ഞ ചോപ്പിംഗ് ബോർഡിൽ വെക്കും. ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കഴിഞ്ഞിട്ട് ദെൻ യു ഹാവ് ദി സാലഡ് സെലക്ഷൻ. ലോകത്ത് ഏത് സബ്വേയിൽ പോയാലും അവർ എങ്ങനെയാണോ ഈ സാലഡ് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, സെഗ്മെന്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ലോകത്ത് ഏത് സബ്വേയിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ലെറ്റ്യൂസ് എവിടെയാണോ അവിടെ ആയിരിക്കും ലെറ്റ്യൂസ്. ബ്ലാക്ക് ഒലിവ്സ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനും ക്ലിയർ സ്പേസ് ഡിഫൈൻഡ് ആണ്. ഓണിയൻസ് എവിടെയാണോ വെക്കേണ്ടത് അതിന്റെ സ്പേസ് ഡിഫൈൻഡ് ആണ്. പിന്നെ ഫൈനലി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ദേ പുട്ട് ഇറ്റ് ഇൻസൈഡ് ദെയർ ഓവൻ. അത് ടോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് സാധനം എടുക്കും. എന്നിട്ട് സോസ് ഉണ്ട്, റാഞ്ച്, 1000 ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സോസ് ഉണ്ട് അവർക്ക്. ഈ സോസും എവറി സിംഗിൾ ബോട്ടിൽ ഓഫ് സോസ് എവിടെയാണോ വെക്കേണ്ടതെന്നുള്ള കാര്യം പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. സോ SOPs പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കണം. ഇത് എന്തുകൊണ്ടെന്നാൽ നാളെ ഇപ്പൊ ഈ സബ്വേയിൽ നിൽക്കുന്ന, ഇപ്പൊ ശരത്ത് സബ്വേയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ദുബായ് സബ്വേ എന്ന് ഒരു ദിവസം എടുത്തിട്ട് അജ്വാൻ സബ്വേയിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വർക്ക് ചെയ്യാൻ പറ്റും. യു ഓൾറെഡി നോ ദി ഫുൾ സിസ്റ്റം ഓഫ് സബ്വേ വേർ എവറിഥിങ് ഈസ് കെപ്റ്റ്. യുവർ എഫിഷ്യൻസി ഈസ് നെവർ ഡ്രോപ്ഡ്. അപ്പം എവറിഥിങ് ദാറ്റ് യു ഡിസൈൻ ഇൻസൈഡ് ദ കിച്ചൺ, ആ കിച്ചൺ ലേ ഔട്ട് ഡിസൈനിൽ ഈ പറഞ്ഞ SOP പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഷെഫ് ഇവിടുന്ന് ഒരു സംഭവം ഉണ്ടാക്കുമ്പോഴത്തേക്കും പിന്നീട് വേറെ സാധനം എടുക്കാൻ വേണ്ടി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് ഒരു സാധനം എടുക്കുക, എന്നിട്ട് ആ ഡ്രസ്സിങ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. ഇതിനിടയിൽ മനസ്സിലാക്കുന്നു ഞാൻ ഇതിട്ടിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ഫ്രിഡ്ജിനടുത്ത് പോയിട്ട് വേറൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് അനാവശ്യമായി വെക്കുന്നതും ആക്ച്വലി ഈസ് എ വേസ്റ്റേജ് ഓഫ് യുവർ എഫിഷ്യൻസി. ഓക്കെ, സോ ഒരു ഷെഫ് കിച്ചണിനകത്ത് എങ്ങനെ മൂവ് ചെയ്യണം പോലും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. 100%. അതും ഈ കിച്ചൺ ലേ ഔട്ട് ഡിസൈനിൽ എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ യു ഓൾവേസ് ഹാവ് ടു ഹാവ് ദ ഷെഫ് ഇൻവോൾവ് ഡ്യൂറിങ് കിച്ചൺ ലേ ഔട്ട് ഡിസൈൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കിച്ചൺ ലേ ഔട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഐ കെയിം ടു നോ ദാറ്റ് ദ ഷെഫ് ഇസ് ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡഡ്. അപ്പോഴത്തേക്കും ഞാൻ സിങ്ക് ഡിസൈൻ ചെയ്ത് ഇവിടെ ആയിരുന്നു. സോ ഹീ ഈസ് മോർ യൂസർ ഫ്രണ്ട്ലി ഇൻ യൂസിങ് ദ സിങ്ക് ഓൺ ദിസ് സൈഡ്. അപ്പോഴത്തേക്കും ഐ ഹാഡ് ടു ഫ്ലിപ്പ് അപ്പ് ദ ഹോൾ ഓറിയന്റേഷൻ ഓഫ് ദ കിച്ചൺ. അപ്പം യു ഹാവ് ടു തിങ്ക് ഡൗൺ ടു ദിസ് ഡീറ്റെയിൽ. അപ്പോൾ ഷെഫ് ആദ്യമേ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഇഷ്യൂ ഡെഫിനറ്റ്ലി. നൈസ്. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ടുള്ള ലേ ഔട്ടിലുള്ള ഡിഫറൻസ്, എവറിത്തിങ് ഫ്ലിപ്സ്. നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തത് മൊത്തത്തിൽ മിറർ ആവപ്പെടുകയാണ്. ഓക്കെ, നൈസ്. And when it comes to marketing, ആ ഒരു ഏരിയയിൽ ഒരു ഹീറോ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ ഇപ്പോൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇസ് സംതിങ് ദാറ്റ് യു ഡു, എവ്രി വൺ ഡസ്. അത് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ what do you recommend? Is that something that everyone should do? Obviously, ഇപ്പം നമ്മളൊരു ഇന്നത്തെ കാലത്ത് പീപ്പിൾ റിലേറ്റ് വിത്ത് പീപ്പിൾ. ഓക്കെ, ഒരു കാഫേയുടെ ഫൗണ്ടർ തന്നെ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ഗോട്ട് മച്ച് മോർ പ്രസൻസ് വിത്ത് ദ പീപ്പിൾ ദാൻ ആൻ ഔട്ട്സൈഡ് മാർക്കറ്റിംഗ് ഏജൻസിക്ക് നമ്മൾ എത്ര കാശ് കൊടുത്ത് എത്ര ആഡ്സ് റൺ ചെയ്താലും
it would never feel like the founder himself putting out that content. Right. അങ്ങനത്തെ ഒരു ഒറിജിനാലിറ്റി കോണ്ടന്റിൽ വരണം എന്നുണ്ടെങ്കിൽ ആസ് എ ഫൗണ്ടർ യു ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ്, യു ഹാവ് ടു പ്രൊമോട്ട് യുവർ ഓൺ പ്രൊഡക്ട്സ്, യു ഹാവ് ടു മേക്ക് ഷുവർ കസ്റ്റമേഴ്സ് ആർ വാച്ചിങ് ദിസ് ആൻഡ് ദെൻ ദേ ആർ ഓൾവേസ് ഫൈൻഡിങ് ദാറ്റ് ഓക്കെ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു ഹിം എന്നുള്ളൊരു ഫ്രണ്ട്ലി ഫീലിംഗ്. ദാറ്റ് റെസ്റ്റോറൻറ്റ് നെക്സ്റ്റ് ഡോർ, ദാറ്റ് നെയ്ബർ നെക്സ്റ്റ് ഡോർ എന്നുള്ളൊരു ഫീലിംഗ് കസ്റ്റമറിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ്സ് ഹൗ brands can scale in this market. Founder marketing is very important. അഭിജിത്ത് ഗുപ്ത ആളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു ബാംഗ്ലൂരിലെ ആളൊരു പിസ്സ ജോയിന്റ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് he goes inside the kitchen. ആളതിന്റെ ഫൗണ്ടർ ആണ്. പിസ്സന്റെ ടേസ്റ്റ് കൊണ്ടല്ല ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ പോകണമെന്ന് തോന്നുന്നുണ്ട്. പ്രിസൈസ്ലി ബിക്കോസ് ഞാൻ ആളുടെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്നു. Again, Voca chocolate, ഷാർജയിൽ ഇവിടെ home grown. Ashwin Nair, he's a good friend of mine. Puts out a lot of amazing content. ഇഷ്ടംപോലെ കിടിലൻ കോണ്ടന്റ് Ashwin he puts out. ഞാൻ ആക്ച്വലി അവരെ ഷോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. So they'll be soon here. Voca chocolate is doing really well. Even അവരുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു ഹീറോ ഇമേജ്, ഹീറോ പ്രോഡക്ട്സ് ഉണ്ട്, അവരൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻസ് ആൻഡ് കോണ്ടന്റ് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. And Ashwin being the founder, since he is putting out the content himself, ആൾക്കാർക്കെല്ലാം ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് Ashwin. Now since we know Ashwin, we would want to try out Voca chocolate. True. എന്താണ് ഈ ചോക്ലേറ്റിലെ പ്രത്യേകത, ഒരു ആകാംക്ഷ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ അശ്വിന് പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഫൗണ്ടർ മാർക്കറ്റിംഗ്. Okay, nice. അതും പിന്നെ മാർക്കറ്റിംഗിൽ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് എങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ്, സോൾട്ട് ബർഗർ. ഫുഡ് ട്രക്സ് ആണ് ഫസ്റ്റ് അവർ ലോഞ്ച് ചെയ്തത്, ഫുഡ് ട്രക്ക് കോൺസെപ്റ്റിലാണ്. അവർ ഇമറാത്തി 2 സിസ്റ്റേഴ്സിന്റെ ഒരു ബ്രാൻഡാണ്, ഹോം ഗ്രോൺ ബ്രാൻഡാണ് സോൾട്ട്. ബർഗറാണ് ആസ് ഐ മെൻഷൻ അവരുടെ മെയിൻ ഫോക്കൽ പോയിന്റ്. സോ വെൻ ദേ സ്റ്റാർട്ടഡ് ഓഫ്, അവർ ഈ പറഞ്ഞ പബ്ലിക് സ്പേസസിലൊക്കെ അവരെ ഫുഡ് ട്രക്ക് കൊണ്ട് ഇടാൻ തുടങ്ങി. അവർ ഈ പറഞ്ഞ ദുബായ് കൈറ്റ് ബീച്ചിലും പിന്നെ മിറക്കിൾ ഗാർഡൻ പോലത്തെ സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ സോൾട്ടിന്റെ ഫുഡ് ട്രക്ക് അവർ ഇങ്ങനെ കൊണ്ടിടും. കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് ദേ ഡിഡ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അവർ ഇവിടെ ഇട്ടിട്ട് പിങ്ക് ബലൂൺസ് ഉണ്ട് ഈ സോൾട്ടിലെ ഫുഡ് ട്രക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റാഫിന്റെ ഫ്രണ്ടിൽ അവരുടെ കയ്യിൽ എപ്പോഴും കുറെ പിങ്ക് ബലൂൺസ് ഉണ്ടാവും. ഈ പിങ്ക് ബലൂൺസിൽ ഫുൾ സോൾട്ടിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കുറെ ഇങ്ങനെ വഴിയിൽ കൂടെ നടക്കുന്ന കുറെ പിള്ളേർക്കൊക്കെ ഇവര് വെറുതെ കൊണ്ട് ഇങ്ങനെ ബലൂൺ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവര് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഒരു കൊച്ചിന്റെ കയ്യിൽ ബലൂൺ കാണുമ്പോഴത്തേക്കും വേറെ കൊച്ചു പറയും എനിക്കും ബലൂൺ വേണമെന്ന് പറയും. എന്നിട്ട് ഒബ്വിയസ്ലി കുഞ്ഞുങ്ങളാണല്ലോ, ദേ ഓൾവേസ് നാഗ് ദെയർ പേരൻസ് ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് വെയർ വി ക്യാൻ ഗെറ്റ് ദി ബലൂൺ ഫ്രോം. അങ്ങനെ അവരെ പേരൻസിനെയും വിളിച്ചുകൊണ്ട് ദേ കം നിയർ ദി salt food truck. അങ്ങനെ വരുമ്പോഴത്തേക്ക് the staff is handing out the balloons and then they see the salt burger. They there is a curiosity to try out salt burger. So അങ്ങനെ ബ്രാൻഡ്സ് ഗ്രോ ചെയ്ത ഇഷ്ടംപോലെ അടിപൊളി കോൺസെപ്റ്റ്സ് ഉണ്ട് ദുബായിൽ. Now they are very big, salt multiple outlets ഉണ്ട്. Now food truck concept മാത്രമല്ല, they have got brick and mortar stores as well. Okay, nice, interesting, very interesting. ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് സെൻസറി മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് ബ്രോ ചെയ്ത ഒരു റീല്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും. അപ്പം നമ്മൾ ഏതായാലും മാർക്കറ്റിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനെ ഒന്ന് ടച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണത്, ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അത് ഞാൻ ആ റീലിൽ പറഞ്ഞു പോയത് സിന്നബോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു US ബ്രാൻഡാണ്. അവർ മെയിൻ ഈ സിനമോൺ റോൾസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കോർ പ്രോഡക്റ്റ് കാറ്റഗറി. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ, ഈ സിറ്റി സെൻറ്ററിലൊക്കെ നമ്മൾ ഈ മോൾ കോറിഡോറിലൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും യൂഷ്വലി അവർ ഒരു കോർണർ സ്പേസ് ആയിരിക്കും മിക്കപ്പോഴും സിനബോണിൻ്റെ സ്റ്റോഴ്സ് ഉണ്ടാവും. ഒരു കോർണർ സ്പേസ് അല്ലെങ്കിൽ ഡയറക്ട്ലി കോറിഡോർ ഫേസിങ് ലൊക്കേഷൻസ് ആയിരിക്കും മിക്കപ്പോഴും സിനബോണിൻ്റെ ലൊക്കേഷൻസ്. ഈ കോറിഡോർ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരിക്കലും സിന്നബോൺ സ്റ്റോർ നമ്മളൊന്നും നോക്കാതെ പോവില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സിനമോൺ റോൾ ഉണ്ടാക്കുന്ന ഒരു ഓവൻ അവർ ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടുന്ന് ബേക്ക് ചെയ്തിട്ടാണ് അവർ ഇതിൻ്റെ ഒരു ഫ്രഷ് ബാച്ചസ് ഓഫ് സിനമോൺ എപ്പോഴും ഡിസ്പ്ലേയിലോട്ട് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഷ് ബാച്ച് ഓഫ് സിനമോൺ റോൾസ് ഡിസ്പ്ലേയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലുണ്ട്. അതായത് ഓരോ തവണ ഓരോ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്മെല്ല് നമ്മൾ ആ കോറിഡോറിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് അടിച്ചു കയറും. ഈ ഒരു സ്മെല്ല് മണത്ത് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ സ്മെല്ല് മണത്തിട്ട്
നമ്മൾ എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കും. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് സിനിമയുടെ സ്റ്റോർ കാണും. അവിടെ പോയിട്ട് ഈ ഒരു സ്മെല്ല് കിട്ടി, ഇനി എന്തായാലും പോയിട്ട് ഒരെണ്ണം കഴിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഡിസ്പ്ലേ അറ്റ്ലീസ്റ്റ് സംഭവം വാങ്ങിച്ചിട്ടില്ലെങ്കിലും ആ ഡിസ്പ്ലേ കൗണ്ടറെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി അത് സെല്ല് ചെയ്യാന്നുള്ളൊരു ഉത്തരവാദിത്തം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയാണ്. ഷീ ഈസ് സപ്പോസ് ടു അപ്സെൽ യു ടു മേക്ക് യു ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. അപ്പൊ ഈ സെൻസറി മാർക്കറ്റിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് you go there, stand in front of the display counter. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിന്റെ സ്മെല്ല് കസ്റ്റമർ പോകുന്ന വഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഫുൾ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. ഈ ഓവന് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അല്ലാതെ വേറെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. കോഫി ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ എയർ ഡിഫ്യൂസേഴ്സ് വെച്ചിട്ട് കോഫിയുടെ സ്മെല്ല് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ നമ്മളുടെ കണ്ണിൽ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പം ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുതിയൊരു ആഡ് വരിക, അല്ലെങ്കിൽ ഇൻസ്റ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആഡ് വന്നിട്ട് നമ്മൾ ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു ഒരു പുഷി മാർക്കറ്റിംഗ്. ഐ ഡോണ്ട് തിങ്ക് എ ലോട്ട് ഓഫ് ദിസ് പുഷി മാർക്കറ്റിംഗ് വിൽ നെവർ വർക്ക്. നമുക്കിതൊരു ഒരു അരാജകത്വം പോലെ തോന്നും. അതായത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നി തുടങ്ങും. ട്രൂ മാർക്കറ്റിംഗ് ഇസ് വേർ നമ്മൾ ആക്ച്വലി സോൾഡ് ഔട്ട് ആവുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാതിരിക്കുന്ന മാർക്കറ്റിംഗ് ഇസ് what is actually true marketing. അതായത് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്റെ ഡിസിഷൻ എന്ന് എനിക്ക് തോന്നണം. yes exactly. The moment a brand is able to make you feel that, I think that's a very successful marketing technique. Again ഞാൻ another interesting case scenario is ഞാൻ അബുദാബിയിലെ ഗലേരിയ മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോള് ഈ അടുത്തൊരു പ്രൊജക്ട് ചെയ്തു. അവിടെ ഒരു കഫേ കോൺസെപ്റ്റ് ആണ്. അവന്റെ ഫ്രണ്ടിൽ ദേ ഹാഡ് ഒരു ലോങ് ഒരു ഐലൻഡ് ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ ഫ്രണ്ടിൽ ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഓക്കെ, ഈ ടേബിളിന്റെ മേലിൽ അവർ കുറച്ച് ഈ കോഫി സ്മെല് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിരുന്നു. അതായത് ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു കോഫി സ്മെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പഫ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് ഞെക്കി കഴിഞ്ഞാൽ ആ കോഫി ബീൻസ് നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ ലൈക്ക് എത്യോപ്യൻ അല്ലെങ്കിൽ പിന്നെ സൗദി അറേബ്യൻ, ഇക്വഡോറിയൻ, ഇഷ്ടംപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഫി ബീൻസിന്റെ ബോട്ടിൽസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്മെല് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കോഫി പിന്നെ അകത്ത് പോയിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് നോട്ട് വർക്കിംഗ് ഫോർ ദം, ടു ബി ഓണസ്റ്റ്. അതായത് ആൾക്കാർ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയി ഈ സംഭവം ഇത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു മെസ്സേജ് എവിടെയും കൺവേ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. സോ ദേ വാസ് ലുക്കിംഗ് അറ്റ് സം ബോട്ടിൽസ് ഓഫ് കോഫി ബീൻസ് and they're just passing by. ആർക്കും അറിയില്ല. And again ഒരു കാഫേ, ഒരു മോളിൽ ഒരു കാഫേ ലൊക്കേഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടോർ സ്പേസിൽ ഒരു കാഫേ ലൊക്കേഷൻ എടുത്താൽ റവന്യൂ പെർ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ആ കഫേയിലെ ഓരോ സ്ക്വയർ മീറ്ററും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടണം. When you work out something like this and this is actually not generating any revenue, means this is actually a dead space for you. Okay. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഐ സ്പോക്ക് വിത്ത് ദ ക്ലയൻറ്റ് എടുത്ത് പറഞ്ഞു, സി ദിസ് ഈസ് ആക്ച്വലി നോട്ട് വർക്കിംഗ് ഔട്ട് ഫോർ യു, ലെറ്റ്സ് ട്രൈ സംതിങ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ദെയർ കോർ പ്രോഡക്റ്റ് ഇസ് സവർഡോ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ലൈക്ക് ഫുൾ ന്യൂട്രിയൻ റിച്ച്, നമ്മൾ ഈ ബ്രൗൺ ബ്രെഡ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ സവർഡോ ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് അവർ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. അവരത് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കുറേ ബ്രാൻഡ്സും മറ്റേതൊക്കെ കുറേ മോഡൽസും വെറൈറ്റീസൊക്കെ സംഭവം ഉണ്ടാക്കി. എന്നിട്ട് വേറെ കുറച്ച് പേസ്ട്രി സെഗ്മെൻറ്റും കൂടെ ആഡ് ചെയ്തു. ബൺ ഫിലിപ്പിനോ കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യാൻ, ചൈനീസ് കസ്റ്റമറിനെ കാറ്റർ ചെയ്യാൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അലൈൻ ചെയ്തിട്ട് ദേ മേഡ് എ വെരി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മെനു ഈ ഡിസ്പ്ലേ കൗണ്ടറിൽ വെക്കാനായിട്ട്. ആൻഡ് ഐ മേഡ് എ ഡിസ്പ്ലേ കൗണ്ടർ ഫോർ ദം. ഇതൊക്കെ വെക്കാനായിട്ട് ടോട്ടൽ കഫേയുടെ ഒരു തീമും മറ്റേതൊക്കെ മാച്ച് ചെയ്തിട്ട് I made a very beautiful looking display counter for them. എന്നിട്ട് what I added as a final touch of surprise element was that ഇതിൻ്റെ അടിയിൽ ഒരു ഫ്രഷ് ബേക്കറിയുടെ സ്മെൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിഫ്യൂസറും കൂടി ആഡ് ചെയ്തു. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഇസ് ആ ഒരു കൗണ്ടറിന്റെ ഫ്രണ്ടിൽ കൂടി ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഈ ലൈറ്റിംഗ് എല്ലാം വെച്ചിട്ട് ദിസ് ഡിസ്പ്ലേ കൗണ്ടർ ഇസ് ഓൾറെഡി അട്രാക്റ്റീവ്. ഈ സ്മെല്ല് ഈസ് ഈവൻ മോർ അട്രാക്റ്റീവ്. ഇവർ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ദേ ആർ സഡൻലി ഗെറ്റിംഗ് ദിസ് ഫ്രഷ് ബേക്കറി സ്മെൽ. ഒരു ഫ്രഷ് ബേക്കറി പോകുമ്പോഴത്തേക്കും നമ്മളൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പ്രോഡക്റ്റ് എല്ലാം ഫ്രഷ് ആണ്, ഐ തിങ്ക് ഐ നീഡ് ടു ട്രൈ ദിസ് എന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് നമുക്കുണ്ടാവും. സോ അവർ ആ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, സ്മെല്ല് അടിക്കുന്നു, സ്മെല്ല് അടിച്ചിട്ട് കൗണ്ടർ പോയി നോക്കുന്നു, ദേ ഫൈൻഡ് എ വെരി ഗുഡ് സെലക്ഷൻ ഓഫ് പേസ്ട്രീസ് ദാറ്റ് ദേ ക്യാൻ ചൂസ് ഫ്രം. എന്നിട്ട് അവർ പോയിട്ട് ഓർഡർ കൊടുക്കുന്നു. Now like that whole revenue per square meter is actually working out for them right now. Okay. It's a big success for them. ഇപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ തന്നെ സ്മെൽ
വിഷ്വൽ ക്യൂസ് ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ ലൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞു. ലൈറ്റിങ്ങിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ അല്ലേ? 100%. ഓക്കെ, അതെന്തൊക്കെയാണ് അതിനകത്ത്? ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഈ കാണുന്ന ലൈറ്റിങ്, ദിസ് ഈസ് കോൾഡ് കൂൾ വൈറ്റ് ലൈറ്റിംഗ്. അപ്പോൾ ഇതിന് ഇതിൻ്റെതായ യൂസ് കേസ് സിനാരിയോസ് ഉണ്ട്. കാഫേയുടെ കേസിൽ വരുമ്പോഴത്തേക്കും ഗുഡ് എക്സാമ്പിൾ വിൽ ബി ലെറ്റോ കാഫേ. ലെറ്റോ കാഫേയിൽ ഇടയ്ക്ക് ഒരു സമയം ലെറ്റോ കഫേ ഇന്ത്യൻ ക്രൗഡിനിടയിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. റീസൺ വാസ് ദാറ്റ് ആലിയ ഭട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ആലിയ ഭട്ടിന്റെ ബർത്ത്ഡേക്ക് രൺബീർ കപൂർ ലെറ്റോ കഫേന്ന് ഹെർ ഫേവറേറ്റ് കേക്ക്, ഒരു മിൽക്ക് സാഫ്രൻ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ സാധനം വാങ്ങിയിട്ട് ഈ ഫ്ലൂ ഓൾ ദ ഡേ, അവർക്ക് എന്തോ ഷൂട്ടോ മറ്റൊക്കെ നടക്കായിരുന്നു, സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ കേക്ക് ഗിഫ്റ്റ് ചെയ്തു. ഷീ റിയലി ലവ്ഡ് ദ കേക്ക് ആൻഡ് ഷീ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ് കേക്ക്. എവറി ടൈം she visits any country, she makes it a point to visit Leto Cafe just to try out this saffron milk cake. Okay. If you go to Leto Cafe now, like Dubai Mall and Dubai Hills Mall and Marina Mall, and right now they are opening up in Galleria Mall as well. ആ ഒരു കാഫേയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ മിസ് ദിസ് ഡിസ്പ്ലേ കേസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് അവർ ഈ ഡിസ്പ്ലേ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് കേക്ക്സ് ഇൻസൈഡ്. അതിൻ്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വാം വൈറ്റ് ലൈറ്റിംഗ് ആണ്. ഓക്കെ, ഈ വാം വൈറ്റ് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കൗണ്ടർ വിഷ്വലി ആപ്പറ്റൈറ്റ് ഇൻഡ്യൂസിംഗ് ആണ് ആസ് പെർ സയൻസ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഹാവ് സം സോർട്ട് ഓഫ് appetite inducement happening inside you. അതായത് ഈ കേക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു വിഷ്വൽ ഒരു നെസസിറ്റി നിങ്ങളുടെ ഇൻസൈഡിൽ നിങ്ങൾ പോലും അറിയാതെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ദീസ് ആർ ഓൾ stuff that brands use to actually upsell products to you. This is the case of pastry. So pastry counters define ചെയ്യുമ്പം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പം always use warm white lighting, so people always have a chance to buy that cake that you have made for your cafe. Okay. അതുപോലെ let's say meat display counters. Let's say if you're into meat display counters ചെയ്യുമ്പോഴത്തേക്കും you'll never use warm white lighting. പക്ഷെ മീറ്റ് നമ്മളിങ്ങനെ പോയിട്ട് ഫ്രഷ് റോ മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. എഗൈൻ അവർ മീറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി പ്രിപ്പയർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ളൊരു മോഡിലാണ് നമ്മൾ പൊതുവെ മീറ്റ് വാങ്ങിച്ചിട്ട് പോകുക. നമ്മളൊരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, MLS എന്ന് പറഞ്ഞിട്ടൊരു മീറ്റ് കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദ കൈൻഡ് ഓഫ് ലൈറ്റിംഗ് ദാറ്റ് വി യൂസ് ഫോർ ദം ഇസ് നാച്ചുറൽ വൈറ്റ് ലൈറ്റിംഗ്. എന്തുകൊണ്ട് നാച്ചുറൽ വൈറ്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്പ്ലേ കൗണ്ടർ കാണുമ്പം അതിനകത്തുള്ള മീറ്റ്, അതിൻ്റെ ഒരു റെഡ്നെസ്, ഇതൊക്കെ കാണുമ്പോഴേക്കാണ് നമ്മൾ ഇത് ഭയങ്കര ഫ്രഷ് ആണെന്നുള്ളൊരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യപ്പെടുക. സോ നാച്ചുറൽ വൈറ്റ് ലൈറ്റിംഗ് ആണ് ഈ ഒരു മീറ്റിന്റെ ഫുൾ ഫ്രഷ്നെസ് പുറത്തേക്ക് മാക്സിമം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന സോഴ്സ് ഓഫ് ലൈറ്റിംഗ്. സോ ആസ് എ മെൻഷൻ പല യൂസ് കേസ് സിനാരിയോസ് ഉണ്ട്. സോ നിങ്ങളുടെ കാഫേ കോൺസെപ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ലൈറ്റിംഗ് സെലക്ട് ചെയ്യുന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്സെല്ലിംഗ് ഫാക്ടറാണ്. ഓക്കെ, അത് മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. 100%. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളെ ബ്രാൻഡിൻ്റെ കളർ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞങ്ങൾക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ് ജോയിൻറ്റ്സ് മോസ്റ്റ്ലി ഓറഞ്ച്, റൈറ്റ്, ആ റേഞ്ചിൽ യൂസ് ചെയ്യുന്നത് തന്നെ ഈ എന്താ പറയുക അപ്പറ്റൈസിങ് ആയിട്ടുള്ള കളേഴ്സ് അതായതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഈ കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്റ്റീലിൻ്റെ കാര്യത്തിൽ തന്നെ പല ഗ്രേഡ്സ് പറഞ്ഞിട്ടുണ്ട്, 301 അങ്ങനെ പല ഗ്രേഡ്സും കേട്ടിട്ടുണ്ട്. ബട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉള്ളത്, അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ടാവില്ല. ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഫോർ മൈ കിച്ചൺ ഞാൻ എന്ത് ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, ഔട്ട്സൈഡ് ഇപ്പം ശരത്ത് മെയിൻലാൻഡിലാണ് കാഫേ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു 90% കേസ് സിനാരിയോസിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 എന്നുള്ളൊരു ഗ്രേഡാണ് പൊതുവെ ഉപയോഗിക്കല്. 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കല്. നോർമൽ യൂസ് കേസ് സിനാരിയോസിൽ ഇത് മതി. അതായത് അഗൈൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി ബെസ്റ്റ് കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ വെൻ ഇറ്റ് കംസ് ടു ഫുഡ് ഗ്രേഡ് ആപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽസിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് മിക്ക ലാബ്സിനും അതുപോലത്തെ അവർ ബ്ലഡ് സാമ്പിൾസ് സ്റ്റോർ ചെയ്യുന്ന നാർക്കോട്ടിക് ബോക്സസിനും ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ തന്നെയാണ്. മെയിൻ റീസൺ ബീങ് ഇറ്റ്സ് കൊറോഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി. മറിച്ച് ലെറ്റ്സ് ഒരു സ്പെസിഫിക് യൂസ് കേസ് സിനാരിയോ ഉണ്ട്. ശരത്തിൻ്റെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് മേ ബി ഒരു സീ സൈഡിലാണ്, ലൈക്ക് കോർണിഷ് സൈഡിലാണ് യു ആർ പ്ലാനിങ് ടു ലോഞ്ച് യുവർ കാഫേ. ഇങ്ങനത്തെ ഒരു കേസ് സിനാരിയോ വരുമ്പോഴത്തേക്കും I would never recommend using 304 grade steel. എൻ്റെ കിച്ചൺ ഫാബ്രിക്കേഷൻ മൊത്തത്തിൽ 316 grade steel. 316 grade steel.
എന്തുകൊണ്ട് 316 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 316 ഗ്രേഡ് സ്റ്റീലിന് 304 കാട്ടി ബെറ്റർ കൊറോഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതും ഈ കടലിന്റെ സൈഡിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് കാറ്റുണ്ടല്ലോ, സോൾട്ട് എയർ ഈസ് ഓൾവേസ് എക്സ്പോസ് ടു ദ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ സോൾട്ട് എയർ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെന്റിൽ കൂടെയും അല്ലാതെ ഡോർ തുറക്കുമ്പോഴും എല്ലാം ഈ സോൾട്ടഡ് എയർ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലിനെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ഓൾവേസ് ഇൻ ടച്ച് വിത്ത് സോൾട്ടഡ് എയർ. ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും 304 ഗ്രേഡ് സ്റ്റീൽ ഒരു 2 to 3 months ഡൗൺ ദ ലൈൻ ഈസിലി കൊറോഡ് ആവും, റസ്റ്റിംഗ് സ്റ്റാർട്ട്സ് ടു ഫോം. അപ്പോൾ നിങ്ങളുടെ കഫേയിൽ ഹോൾ ഫുഡ് പ്രിപ്പറേഷൻ ഹാപ്പൻസ് ഓൺ യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടേബിൾ. റസ്റ്റ് ഇസ് ആക്ച്വലി പോയിസൺ. ഈ റസ്റ്റ് ഫുഡിന്റെ കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ വാട്ട് യു ആർ സെല്ലിംഗ് ഔട്ട് ടു യുവർ കസ്റ്റമർ ഈസ് എ പോയിസണസ് ഫുഡ്. സോ അങ്ങനത്തെ ഒരു കേസ് നേരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 316 ഗ്രേഡ് സ്റ്റീൽ ഈസ് ഓൾവേസ് പ്രിഫേർഡ് ഫോർ എ കാഫേ owner or a cafe which is starting by the seaside, and 304 grade steel is always preferred when you're starting your cafe in mainland. ഓക്കെ, ഇത് അത്ര ഡീറ്റെയിൽസിലേക്ക് പോയാൽ മാത്രമേ നമ്മൾ ആക്ച്വലി ഇതെല്ലാം എന്താ പറയുക പ്രോപ്പറായിട്ട് വരുള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ. ആൻഡ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ കണ്ടുള്ളത് മാൻ ഓഫ് സ്റ്റീൽ എന്നാണ്. സൂപ്പർമാൻ ഫാൻ ആയതുകൊണ്ടാണോ എന്താണ് അങ്ങനെ ഒരു? അത് അഗൈൻ അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് ഇടണം തോന്നി. മാൻ ഓഫ് സ്റ്റീൽ ഇസ് അഗൈൻ പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി റിലേറ്റഡ് വിത്ത് സൂപ്പർമാൻ. And I am into stainless steel and I am into commercial kitchen, so I thought I would rather use man of steel than any other name. It's good to top of the mind അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഇട്ടതാണ്. I mean, I've also seen you travel a lot. Traveling ഇഷ്ടമുള്ളതാണോ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതാണോ? ഇഷ്ടമുണ്ട്. പിന്നെ ബിസിനസിന്റെ ആവശ്യത്തിന് കുറെ എക്സിബിഷൻസ് ഒക്കെ അവിടെ ഇവിടെ അറ്റൻഡ് ചെയ്യലുണ്ട്. സോ അങ്ങനെ ഇറ്റലിയിൽ പോയപ്പോ റീൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ബിസിനസിന്റെ ആവശ്യത്തിന് അവിടെ ഒരു എക്സിബിഷൻ, ഹോസ്റ്റ് മിലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ ഉണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ആണ്. ഇറ്റ് ഹാപ്പൻസ് എവറി 2 years. മിലാനിലാണ് എക്സിബിഷൻ നടക്കല്. അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ആ സമയത്തേക്കും ഐ ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് വെനീസ്. വെനീസിൽ പോയിട്ട് ദാറ്റ്സ് ദി ബർത്ത് പ്ലേസ് ഓഫ് തിരാമിസു. ഒറിജിനേറ്റിംഗ് സ്ഥലം വന്നിട്ട് വെനീസ് ആണ്. അവിടെ പോയിട്ട് ഒരു കാഫെ കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ഇതിന്റെ ഒരു ഒറിജിൻ തിരാമിസു ട്രൈ ഔട്ട് ചെയ്യുന്ന റീലാണ് ഞാൻ ഇട്ടത്. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പം ഓരോ ഫുഡും അതിന്റെ ഒരു ഹെറിറ്റേജ് സ്ഥലത്ത് പോയി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഇസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. അവർ അവരുടേതായ ഫ്രഷ് പ്രൊഡക്ട്സ് വെച്ചിട്ട് അവർ സംഭവം ഉണ്ടാക്കുമ്പോഴത്തേക്കും യുനോ ദാറ്റ് ഫീലിംഗ് ദാറ്റ് യു ഗെറ്റ് ഇസ് really different. Wonderful. Pizza കഴിച്ചില്ലേ? Pizza കഴിച്ചു. Obviously pizza goes without saying. Okay. അതുപോലെ again സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴത്തേക്കും മോൺ ബ്ലാങ്ക് കേട്ടിട്ടുണ്ട്, ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവും, പെൻ കണ്ടിട്ടുണ്ടാവും, പേഴ്സസ് കണ്ടിട്ടുണ്ടാവും. ബട്ട് ആക്ച്വലി വെൻ യു ഗോ ടു ദിസ് ഏരിയ ഓഫ് ദിസ് മോൺ ബ്ലാങ്ക് റീജിയൻ സ്വിറ്റ്സർലൻഡിൽ യു ഗെറ്റ് ടു ഹാവ് സംതിങ് കോൾഡ് ഒരു മോൺ ബ്ലാങ്ക് എന്നൊരു പേരിൽ തന്നെ ഒരു പേസ്ട്രി ഉണ്ട്. It's a very famous cake that not many people know of, which is actually called Mont Blanc. ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റി. അതെങ്ങനെ ആ ഒരു മൗണ്ടന്റെ ഒരു ഷേപ്പിലാണ് ഈ പേസ്ട്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന ആർക്കും ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഫിയും തീർന്നു. സോ ഒരു കോഫി ഡ്രിങ്കിൻ്റെ ഇടയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And if somebody wants to reach out to you, what is the best way? എൻ്റെ ലിങ്ക്ഡിൻ ഹാൻഡിൽ അഹമ്മദ് സുഹേൽ എന്നാണ്. ഒരു ഷെഫിന്റെ ഒരു ഇമോജി അതിന് മുന്നേ ഉണ്ടാവും, പേരിന് തൊട്ട് മുന്നേ ഉണ്ടാവും. സോ ദാറ്റ്സ് മീ. ANKE എന്നാണ് കമ്പനിയുടെ പേര്, ANKE. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് യു മെൻഷൻ മാൻ ഓഫ് സ്റ്റീൽ ആണ് എൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ. യു കൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ ആൻഡ് ഐ ഹെൽപ്പ് ഔട്ട് പീപ്പിൾ. ഐ മീൻ ജെന്യുവൻ in terms of my experience from the industry, whatever help I can give them, I guide them in terms of setting up their cafe. Thank you for spending time with us. I know you have a busy schedule, but still you made it here. നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം കേൾക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്. നമ്മളെ എല്ലാ എപ്പിസോഡ്സ് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാറ്. സംതിങ് ഓഫ് വാല്യൂ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള. ഞാൻ ഹോപ്പ് ഈ എപ്പിസോഡും പേർപ്പസ് സെർവ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. Thank you once again.